ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇപ്പം നിൽക്കുന്നത് നമ്മൾ എവിടെയാണ്? മാണിക്കോട്. അതെ, മാണിക്കോട് ഉത്സവം പ്രമാണിച്ച് ഇവിടെ ഒരു മേളയുണ്ട് കേട്ടോ. മാണിക്കോട് എല്ലാ വർഷം കഴിഞ്ഞ വർഷം നമ്മൾ ഇട്ടിട്ടുണ്ട് അല്ലേ മാണിക്കോട് മേള? അതെ അതെ അതെ, മാണിക്കോട് മേള 2025. നമ്മൾ നേരെ അകത്തോട്ട് കയറിയിട്ട് നമ്മൾ അപ്പം ടിക്കറ്റ് കൗണ്ടറിനകത്ത് പോകണമായിരുന്നു. അപ്പം ടിക്കറ്റ് കൗണ്ടറിനകത്ത് നമ്മൾ നേരെ നോക്കിയപ്പോഴത്തേക്ക് ടിക്കറ്റ് കൗണ്ടർ അവിടെയൊക്കെ നോക്കിയപ്പോൾ കണ്ടില്ല. പെട്ടെന്ന് നോക്കിയപ്പോൾ ആ വലത് സൈഡിൽ ടിക്കറ്റ് കൗണ്ടർ. അവിടെ ചെന്നു 20 രൂപയാണ് ടിക്കറ്റ്. മീനൂട്ടിക്ക് ടിക്കറ്റ് വേണ്ടായിരുന്നു, നമുക്ക് മാത്രമാണ് ടിക്കറ്റ് എടുത്തത് കേട്ടോ. ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്തോട്ട് കയറി. അതെ, അകത്തോട്ട് ടിക്കറ്റ് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ടിക്കറ്റ് ഇവിടെ വാങ്ങി. ഇതിന് നമ്മൾ അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് തന്നെ ഒരു പാർട്ടി ഓടി വന്നിട്ട് ഒരു എണ്ണം വിളിച്ച് പറഞ്ഞു, ആ ടിക്കറ്റും കൊണ്ട് ഇങ്ങനെ വരൂ, ടിക്കറ്റ് ഒന്ന് പൂരിപ്പിച്ച് ഇവിടെ ഇടണേ, അതിൽ ഫോൺ നമ്പർ എഴുതി ഇട്ടാൽ മതി, നമുക്ക് എന്താണ് സമ്മാനമായിട്ട് മെഗാ സമ്മാനം ഡയമണ്ട് മോതിരമാണ് തരുന്നതെന്ന് ആര് പറഞ്ഞു? കൈരളി ജ്വല്ലേഴ്സിൻ്റെ ആൾക്കാർ പറഞ്ഞല്ലേ, അല്ലേ മീനൂട്ടി? അതെ. എന്നിട്ട് നമ്മൾ അതൊക്കെ പറഞ്ഞിട്ട് നേരെ നമ്മൾ പോയപ്പോൾ എലി വിഷവും അങ്ങനെയൊക്കെ ഉള്ളത്, പിന്നെ വസ്ത്രത്തിൻ്റെ അഴുക്ക് പോകാനുള്ളത് അങ്ങനെയുള്ളത്, പിന്നെ നമ്മൾ നോക്കിയ സോഫ സെറ്റ്, കട്ടില്, അല്ലേ മീനൂട്ടി? അതെ, എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കിയ പെൻസില് അങ്ങനെയൊക്കെ ഉള്ള ഐറ്റം. മീനൂട്ടിക്ക് ഒരു ഇതൊക്കെ വാങ്ങിച്ചായിരുന്നു, നല്ല റബ്ബർ കട്ടൻ മാർക്കർ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സ്വീറ്റ്സ് ഐറ്റംസ് അത് നോക്കിയായിരുന്നു. സ്വീറ്റ്സ് ഐറ്റംസ് ഏകദേശമുള്ള എല്ലാ സ്വീറ്റ്സ് ഐറ്റം അവിടെ ഉണ്ട് കേട്ടോ, ഇവിടെ ഉണ്ട്. പിന്നെ നമ്മളതാ നോക്കിയപ്പോൾ ഫാൻസി നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ടുള്ള നമ്മുടെ എന്താണ് അരിപ്പ്, ചായ അരിപ്പ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ്, പിന്നെ പെൻസില് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ് ഇവിടെ കണ്ടത് കേട്ടോ. പിന്നെ നമ്മുടെ അലുവ, സൂപ്പർ അലുവ തന്നെ കേട്ടോ, അലുവ. പിന്നെ നമ്മുടെ ഇവിടെ ഐസ്ക്രീം കണ്ടായിരുന്നു. അലുവ അല്ലാതെ പിന്നെ നമ്മൾ കണ്ടതെന്ന് പറയുമ്പോൾ ഇവിടെ മുട്ടായി ഉണ്ടായിരുന്നു. അതെ, പണ്ടത്തെ മുട്ടായികൾ. മീനൂട്ടി പറഞ്ഞു എനിക്ക് ഇപ്പം വേണം, എന്ത് വേണം? തേൻമുട്ടായി. പക്ഷെ ഇവിടുത്തെ തേൻമുട്ടായി കൊള്ളാം കേട്ടോ, നല്ല തേൻമുട്ടായി. നമ്മൾ ഇപ്പം കഴിച്ചു നോക്കിയപ്പോഴത്തേക്ക് തന്നെ സൂപ്പർ തേൻമുട്ടായി. പിന്നെ പുളിമുട്ടായി ഒക്കെ ഇത് കണ്ടല്ലോ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓടി വന്നാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. നീ ഇപ്പം തന്നെ ഓടി വായോ, അല്ലേ? ഇപ്പം തന്നെ വരി, നമുക്ക് ഇന്ന് തന്നെ കയറാം. തേൻമുട്ടായി, നമ്മളെ പുളിമുട്ടായി, നാരങ്ങ മുട്ടായി, പിന്നെ എനിക്ക് അറിഞ്ഞൂടാ സിഗരറ്റ് മുട്ടായി വരെ ഇവിടെ ഉണ്ട്. ജോക്കർ എനിക്ക് അറിഞ്ഞൂടാ എന്തൊക്കെയോ. സിഗരറ്റൊക്കെ ഉണ്ട്. സിഗരറ്റൊക്കെ നീ കണ്ടില്ലേ? സിഗരറ്റ് പോയി അവിടെ ഇരിപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇങ്ങനെ പോയപ്പോഴത്തേക്ക് ജെംസിൻ്റെ ടൈപ്പ് മുട്ടായി ഇരിപ്പുണ്ട്. കുറേ മുട്ടായികൾ, എന്ത് ഭംഗിയ മുട്ടായി അല്ലേ. പൊരിയുണ്ട, ഗ്യാസ് മുട്ടായി ഇങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുത്ത ഫാൻസി ബസാർ. എൻ്റെ പൊന്നൂ, സൂപ്പർ ഫാൻസി. എല്ലായിടത്തും ഏറ്റവും കൂടുതൽ മേളയിൽ ഫാൻസി തന്നെയാണ് കാണാൻ പറ്റുന്നത്. അതെ. പിന്നെ നമ്മൾ അടുത്ത സെഷൻ ലോഷൻ അങ്ങനെയുള്ള ഐറ്റംസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് കണ്ടതാണ് ഒരു ബാങ്കിൻ്റെ പരസ്യവും കാര്യങ്ങളാണ് കേട്ടോ. അവർ നോട്ടീസ് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നും പല സൈഡ് ഫാൻസി. പിന്നെ നമ്മുടെ തൊട്ടടുത്ത് വരുമ്പോഴത്തേക്ക് അത് ശരീരവേദനയ്ക്കുള്ള നമ്മളെ വീട്ടിൽ തയ്യാറാക്കുന്ന ടൈപ്പിലുള്ള ഒരു ഓയിൽമെൻറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ കപ്പ്, നമ്മുടെ 3 കപ്പ് 100 രൂപ, 4 കപ്പ് 100 രൂപ, 2 ക്രിസ്റ്റൽ കപ്പ് 100 രൂപ, 4 കപ്പ് 100 രൂപ, പിന്നെ 5 ഗ്ലാസ് 100 രൂപ, ഇങ്ങനെയൊക്കെയുള്ള റേഞ്ചിൽ കുറേ ഗ്ലാസ് കപ്പ് ഇതുണ്ട്. പിന്നെ ബാഗ് ഐറ്റംസ് ഉണ്ടായിരുന്നു, ഫാൻസി ഐറ്റംസ് ഉണ്ട്. പിന്നെ നമ്മുടെ പേഴ്സ്, കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ ഒരുപാട് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ, അത് ഒരുപാടുണ്ട്. പിന്നെ അതല്ലാതെ തന്നെ നമ്മുടെ ഐസ്ക്രീം തൊട്ടടുത്ത് ഒരുപാട് വന്നിട്ടുണ്ട്. നമ്മുടെ സർബത്ത് ഉണ്ടായിരുന്നു കേട്ടോ, പിന്നെ നോക്കിയപ്പോൾ കാണുന്നു മിഠായി. പിന്നെ നമ്മുടെ മസാല ആയുർവേദ ഐറ്റംസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള നല്ല അടിപൊളി വാച്ച്, പെൻസില്, പേന അങ്ങനെയുള്ളത്. പിന്നെ ടോയ്സ് ഏതെടുത്താലും 100 രൂപ. ഇവിടെ നമ്മൾ ടോയ്സ് എടുക്കാൻ കയറിയില്ല. ടോയ്സ് 100 രൂപയ്ക്ക് ഏതെടുത്താലും 100 രൂപയെന്ന് അവർ പറഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊരു ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കയറിയില്ല. നേരെ അടുത്ത് നമ്മൾ പോയപ്പോൾ പിന്നെന്താ സ്വീറ്റ്സ്, അതാണ് നിങ്ങൾ കാണുന്നത്. അത് കണ്ടല്ലോ, സ്വീറ്റ്സ്, സൂപ്പർ സ്വീറ്റ്സ്. അവർ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അത് 100 രൂപയ്ക്ക് തരാം, 100 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് അടുത്ത് നമ്മുടെ അത്തറും അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു.
പിന്നെ കുലുക്കി സർബത്ത് അതുണ്ട്, പിന്നെ ഫാൻസി ഐറ്റംസ്. പിന്നെ എന്താ വന്നപ്പോഴത്തേക്ക് ഫാൻസി നമ്മളെ മുല്ലപ്പൂ, പ്ലാസ്റ്റിക് മുല്ലപ്പൂ, പൊട്ട്, വള, കമ്മൽ, അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട്. പിന്നെ ഗ്ലാസ് അവർ വിളിക്കുന്നുണ്ടായിരുന്നു, ഗ്ലാസ് ഒട്ടിച്ച് തരാം, മൊബൈലിൻ്റെ ഗ്ലാസ് ഒട്ടിച്ച് തരാം, 99 രൂപയുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ നോക്കി അത് വിളിക്കുന്നുണ്ടായിരുന്നു, നമ്മൾ കയറിയില്ല. പിന്നെ നമ്മൾ 5 രൂപ 10 രൂപ പൊട്ട്, അങ്ങനെയൊക്കെയുള്ള പൊട്ട്, വള, കമ്മൽ, ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ്, ടോയ്സ് ഐറ്റംസ്. ഇത് കൊള്ളാം കേട്ടോ മേള. നമ്മൾ മേളയിൽ കയറുമ്പോഴാണല്ലോ ഇങ്ങനെയുള്ളതൊക്കെ കിട്ടുന്നത്, കാണുന്നത്, അല്ലേ വാവച്ചി? ഓവറായിട്ട് നമ്മൾ മേളകളിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കാറ്. നമ്മൾ കടയിൽ കയറുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ളതൊന്നും പെട്ടെന്ന് ശ്രദ്ധിക്കാറില്ല. ചിക്കൻ എന്താണ് മോമോസ് ഉണ്ട് കേട്ടോ, നമ്മൾ വാങ്ങിച്ചില്ല. പിന്നെ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഇതേ പിന്നെയും കുറേ ബാഗ്, ഫാൻസി, അങ്ങനെയുള്ള കുറേ ഐറ്റംസ്, പിന്നെ ടോയ്സ് ഐറ്റംസ്, പിന്നെ ഗ്ലാസ് ഐറ്റംസ് ഉണ്ടായിരുന്നു, ഗ്ലാസ് കപ്പ് ഐറ്റംസ്, ഭരണി, നമ്മുടെ ചെടി, അതെ നമ്മുടെ മലക്കറി ചെടി വിത്തുകളാണ്. പിന്നെ നമ്മളിതാ അടുത്ത് ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ കണ്ടതാണ് 20 രൂപയുടെ ഐറ്റംസ്. CFL ഒഴികെ എല്ലാം 20 രൂപ, ബാക്കി ഏതെടുത്താലും 20 രൂപ. അങ്ങനെയാണ് അത് എഴുതി വെച്ചിട്ടുള്ളത്. അതെ 20 രൂപയേ ഉള്ളൂ. അത് പിന്നെ അവരങ്ങനെ എഴുതിയിട്ടാണ് CFL അവിടെ ലൈറ്റ് ഇട്ടൊക്കെയാണ്, അത് പിന്നെ ചോദിക്കണമെങ്കിൽ അന്ന് എഴുതിയത്. പിന്നെ പോപ്കോൺ ഉണ്ടായിരുന്നു. അപ്പോൾ പോപ്കോണൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പുറത്തിറങ്ങി കേട്ടോ. പുറത്തിറങ്ങി നമ്മൾ നേരെ എങ്ങോട്ടാണ് പോയേ? തൊട്ടടുത്ത സെക്ഷനിലോട്ട് നേരെ നമ്മുടെ പാർക്കിലോട്ടൊന്ന് ഇറങ്ങി റൗണ്ട് ചെയ്ത് നമ്മൾ നേരെ പിന്നെ അടുത്ത ജ്യൂസ് കൗണ്ടർ നമ്മളെ കരിമ്പിൻ ജ്യൂസ്, പിന്നെ ബജ്ജി ഐറ്റംസ്, ഇങ്ങനെയൊക്കെയുള്ള. ഇത് കഴിഞ്ഞ കൊല്ലം ഇതുപോലെ തന്നെയാണ് ഉണ്ടായത്. നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് ലാസ്റ്റ് കാണുന്നതാണ് ഈ ബജ്ജി ഐറ്റംസ്, അല്ലേ ഡേവാച്ചി? നമ്മൾ കഴിഞ്ഞതിന് പോയപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ആ വീഡിയോയിൽ അതേപോലെ തന്നെ കാണുന്നുണ്ട്, ഇതേപോലെ തന്നെയാണ് ബജ്ജി ഐറ്റംസ്, പിന്നെ പാനിപൂരി, അങ്ങനെയുള്ള ഐറ്റംസ്, ചായ, കടി, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ പുറത്തിറങ്ങി ചായ കുടിക്കാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് 2 സൈഡും ഐസ്ക്രീം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ നടന്ന് കയറി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇടത് സൈഡ് ചട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ചട്ടി, നമ്മുടെ കറിച്ചട്ടികളൊക്കെ, പിന്നെ പൊട്ട്, പിന്നെ സിന്ദൂരം, പിന്നെ ഐസ്ക്രീം, ഈ വള, നമ്മളെ കമ്മൽ ഐറ്റംസ് ഉണ്ടായിരുന്നു, പിന്നെ അത്തറ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യണമെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളങ്ങ് വിട പറയുകയാണ് കേട്ടോ. അപ്പോൾ മാണിക്കോട് മേള നിങ്ങൾ വന്ന് കാണാം. അതെ.